നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിന് 3 ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. നമ്മളതിന് മുന്നോടിയായിട്ട് ഓരോ ടീമുകളെയും എടുത്ത് അനലൈസ് ചെയ്യുന്ന വീഡിയോ സീരീസ് നടത്തി വരികയാണല്ലോ. ഓൾറെഡി പല പ്രമുഖ ടീമുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ത്യ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, ഇവരുടെയൊക്കെ ടീം അനാലിസിസ് ഓൾറെഡി നടത്തിയിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇംഗ്ലണ്ടിനെ കുറിച്ചാണ്. ഒരു സംശയവും വേണ്ട, ഇംഗ്ലണ്ട് ഈ വേൾഡ് കപ്പിനും ഫേവററ്റുകളുടെ ലിസ്റ്റിലാണ്. സമീപകാലത്ത് T20യിൽ ബെസ്റ്റ് ടീം എന്ന് പറയാവുന്നത് കൺസിസ്റ്റൻ്റായിട്ട് അങ്ങനെ പെർഫോം ചെയ്യുന്നത് ഇംഗ്ലണ്ടാണ്. കഴിഞ്ഞൊരു പതിറ്റാണ്ട് എടുത്തു നോക്കിയാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ 4 വേൾഡ് കപ്പുകളിൽ സെമി ഫൈനലെങ്കിലും എത്തിയിട്ടുള്ള ഏക ടീമാണ് അവർ. എന്ന് മാത്രമല്ല, 2 തവണ വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ടീമുകളുണ്ടല്ലോ, അതിൽ ഒന്ന് അവരാണ് എന്നുള്ളത് കൂടി നോക്കുക. 3 ടീമുകളാണ് 2 തവണ വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്, അതിലൊന്ന് ഇംഗ്ലണ്ടാണ്. അവരുടെ ഒരു കൺസിസ്റ്റൻസി ഇതിലൂടെയൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ അവരുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഫെബ്രുവരി 8-നാണ് അവരുടെ ആദ്യ മത്സരം. മുംബൈയിൽ നേപ്പാളിനെതിരെയാണ് കളി. ഫെബ്രുവരി 11-ന് വീണ്ടും മുംബൈയിൽ അവർ ഇറങ്ങും. എതിരാളികൾ വെസ്റ്റ് ഇൻഡീസാണ്. ഫെബ്രുവരി 14-ന് കൊൽക്കത്തയിൽ അവർ സ്കോട്ട്ലൻഡുമായിട്ട് കളിക്കും. ഫെബ്രുവരി 16-ന് കൊൽക്കത്തയിൽ അവർ ഇറ്റലിയുമായിട്ട് കളിക്കും. അപ്പോൾ ഈ ഒരു ഫിക്സ്ചർ കാണുമ്പോൾ സംഗതി വളരെ വ്യക്തമാണ്. അവർ വളരെ ഈസിലി ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് മുന്നോട്ട് പോകാനാണ് സാധ്യത. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയണം. അതായത് അത് കഴിഞ്ഞ് സൂപ്പർ 8-ൽ അവർക്ക് തീർച്ചയായിട്ടും കടുത്ത പോരാട്ടങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ അവിടെ അറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഈ ഒരു സാഹചര്യങ്ങളിൽ അവർ ഏത് തരത്തിൽ പെർഫോം ചെയ്യും എന്നുള്ളതിൻ്റെ ഉത്തരമനുസരിച്ചായിരിക്കും അവരുടെ മുന്നോട്ടുള്ള പോക്ക്. അതിൽ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം, ഇംഗ്ലണ്ട് സ്ഥിരമായിട്ട് മികച്ച പ്രകടനം നടത്തുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അവരുടെ വിന്നിങ് ഫോർമുല എന്താണ്? പ്രതി സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോർമുലയാണ് അവർക്കുള്ളത്. അതായത് ഡീപ്പ് ബാറ്റിംഗ് ലൈനപ്പ്, അവസാനം വരെ ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ബാറ്റർമാരുടെ ഒരു നിര അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ബൗളർമാരും നല്ല രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാവുന്നവരാണ്. ദെൻ സ്പിൻ ഹെവി ആയിട്ടുള്ള ബൗളിംഗ് അറ്റാക്ക്, അതാണ് അവരെ ഇവിടെ ഇപ്പോൾ സക്സസ്ഫുൾ ആക്കുന്നത്. സോ ഇപ്പോൾ നോക്കുക, അവർ കഴിഞ്ഞ സെപ്റ്റംബറിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 304 റൺസ് 2 വിക്കറ്റിന് അടിച്ച് തകർത്തങ്ങ് കയറിപ്പോയത് നിങ്ങൾ ഓർക്കുക. അതുപോലെ ഡിസ്ട്രക്റ്റീവായിട്ട് കളിക്കാൻ കെൽപ്പുള്ള ടീമാണ് അവർ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-11 T20 മത്സരങ്ങൾ എടുത്താൽ 10 വിജയിച്ചിട്ടുണ്ട്. ഒരു കളിയാണ് അവരാകെ തോറ്റത്. അത് മഴ മൂലം കട്ട് ഷോട്ട് ചെയ്യപ്പെട്ടൊരു മത്സരമായിരുന്നു എന്ന കാര്യം കൂടി നോക്കുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് സൂപ്പർ 8-ലാണ് അവർക്ക് എന്തെങ്കിലും ഒരു ചലഞ്ച് വരാൻ സാധ്യതയുള്ളൂ. സെക്കൻഡ് റൗണ്ടിൽ അവരുടെ മത്സരങ്ങളൊക്കെ അവർ സീഡ് ചെയ്യപ്പെട്ടതനുസരിച്ച് വരികയാണെങ്കിൽ ശ്രീലങ്കയിലാണ് അവരുടെ മത്സരങ്ങൾ വരിക. സോ സ്പിൻ ബൗളിങ്ങിന് കൂടുതൽ പ്രാധാന്യമുള്ള ആ പിച്ചുകളിൽ ഏത് രൂപത്തിലായിരിക്കും അവർ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇപ്പോൾ ഈ സ്പിൻ ബൗളിംഗ് കണ്ടീഷനുകൾ ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് അവർ 4-1 തോറ്റിട്ടുണ്ടായിരുന്നു നേരത്തെ, 12 മാസങ്ങൾക്കപ്പുറം, ഒരു വർഷത്തിനുമപ്പുറം. അതുപോലെ തന്നെ അത് പറയുമ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ കളി നോക്കുക. പള്ളിക്കലയിൽ ഇംഗ്ലണ്ട് 128 റൺസിന് ഓൾ ഔട്ടായതാണ്. എന്നിട്ട് അവർ 116 റൺസിന് ശ്രീലങ്കയും ഓൾ ഔട്ടാക്കി കളി 12 റൺസിന് വിജയിച്ച് കയറിയിടത്തുണ്ട് അവരുടെ സ്പിൻ ബൗളിങ്ങിൻ്റെ ഒരു മൂർച്ച എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി പ്ലെയേഴ്സ് അവർക്ക് ഒരുപാടുണ്ട്. അവരത് ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ ജേക്കബ് ബെത്തൽ ഒരു ഓവറിൽ 3 വിക്കറ്റൊക്കെ എടുക്കുന്ന ഒരവസ്ഥ. 3.3 ഓവറുകളിൽ ഇന്നലെ 11 റൺസിന് അദ്ദേഹം 4 വിക്കറ്റ് എടുത്തു. പിന്നെ വിൽ ജാക്സ് 4 ഓവറിൽ 14 റൺസിന് 3 വിക്കറ്റ് എടുത്തത്. അതാ പറഞ്ഞത്, ഈ ബിറ്റ്സ് ആൻഡ് പീസസ് പ്ലെയേഴ്സ് എന്ന് നമ്മൾ പറയാവുന്ന, അതായത് ബൗളിങ്ങിൽ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ചില ബാറ്റിംഗ് ഓൾറൗണ്ടേഴ്സ്, അവരുടെ സംഭാവന ടീമിന് വളരെ ഗുണകരമാവുന്ന കാഴ്ചയാണ്. പിന്നെ പ്രായം കൂടുന്തോറും വീര്യം കൂടുന്ന ആദിൽ റഷീദ് ഇന്നലെ 4 ഓവറിൽ 25 റൺസ് മാത്രം ഇട്ട് കൊടുത്ത് അദ്ദേഹത്തിന് 1 വിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പിൻ ഹെവി ആയിട്ടുള്ള ഒരു അറ്റാക്കും കൊണ്ട് ഇവിടെ വരാൻ പറ്റുന്നു. മികച്ച രൂപത്തിൽ ബാറ്റിംഗ് കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബൗളിംഗ് ലൈനപ്പും അവർക്കുണ്ട്. ഇതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ, ബ്രണ്ടൻ മാക്കല്ലം അവരുടെ കോച്ചായിട്ട് ഇപ്പോൾ ആഷസിൽ പൊട്ടി തകർന്നിരുന്നു.
സോ ഈ T20 വേൾഡ് കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നതിൽ. ആ ഒരു ടെസ്റ്റ് സീരീസിൽ 4-1 ഓസ്ട്രേലിയയോട് തോറ്റ ആ ടീമിലുണ്ടായിരുന്ന 4 താരങ്ങളെങ്കിലും ഇപ്പോൾ ഈ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിലുമുണ്ട്. ഹാരി ബ്രൂക്കാണ് അവരുടെ ക്യാപ്റ്റൻ. തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ന്യൂസിലാൻഡിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നമുണ്ടല്ലോ, നൈറ്റ് ക്ലബിന് പുറത്ത് ബൗൺസറുമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു ഇഷ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ഓഫ് ദി ഫീൽഡിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് കവറപ്പ് ചെയ്തുകൊണ്ട് മികച്ചൊരു പ്രകടനം അവർക്ക് കളിക്കളത്തിൽ നടത്താൻ കഴിഞ്ഞാൽ ഇത്തവണ നല്ല സാധ്യത കൽപ്പിക്കപ്പെടേണ്ട ടീമാണ് ഇംഗ്ലണ്ട്. അവരുടെ റീസെൻറ്റ് ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞു. കഴിഞ്ഞ 11 T20 മത്സരങ്ങളിൽ നിന്ന് അവർ 10 മത്സരങ്ങളും വിജയിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ വാച്ച് ചെയ്യേണ്ട താരങ്ങൾ എന്ന് ആരൊക്കെയാണെന്ന് ചോദിച്ചൊരു സംശയം വേണ്ട. ജോസ് ബട്ട്ലറും അതുപോലെ പിന്നെ ഫിൽ സാൾട്ടും ഒക്കെ ചേരുമ്പോൾ കരുത്തുറ്റ ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. പിന്നെ ജേക്കബ് ബെത്തൽ എന്ന താരത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഏത് തരത്തിലുള്ള ടാലൻ്റാണ് എന്ന് അദ്ദേഹത്തെ ഈ തവണ ഒരു മിഡിൽ ഓർഡറിൽ ഉപയോഗപ്പെടുത്തുന്നു. സോ അവരുടെ ടീം നിര നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏത് ടീമിനെയും ബുദ്ധിമുട്ടിക്കാൻ കെൽപ്പുള്ളൊരു ടീമാണ്. പിന്നെ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 താരങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും യങ്സ്റ്റേഴ്സാണ്. 3 താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ജോസ് ബട്ട്ലർ, അതുപോലെ ലിയാം ഡോസൺ, 2 പേർക്കും 35 വയസ്സുണ്ട്. 37 വയസ്സുണ്ട് ആദിൽ റഷീദിന്. ബാക്കിയുള്ളവരൊക്കെ യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ് തീർച്ചയായിട്ടും അവർക്ക് ഗുണം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ഒരു ബെസ്റ്റ് 11 നോക്കിയാൽ ഫിൽ സാൾട്ട്, ജോസ് ബട്ട്ലർ ചേർന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജേക്കബ് ബെത്തൽ നമ്പർ 3, അതിനുശേഷം നമ്പർ 4 ടോം ബാൻഡൻ, നമ്പർ 5 ഹാരി ബ്രൂക്ക്, ദെൻ സാം കറൻ, നമ്പർ 7 വിൽ ജാക്സ്, നമ്പർ 8 ജെയ്മി ഒവേർട്ടൺ അല്ലെങ്കിൽ ലൂക്ക് വുഡ് വരും. ദെൻ നമ്പർ 9 ലിയാം ഡോസൺ, നമ്പർ 10 ജോഫ്രെ ആർച്ചർ, നമ്പർ 11 ആദിൽ റഷീദ്. ഇതൊരു സൂപ്പർ 11 സ്ക്വാഡിലുള്ള മറ്റു താരങ്ങൾ ബെൻഡക്കറ്റും റഹാൻ അഹമ്മദും ജോഷ് ടങ്കുമാണ്. ചുരുക്കത്തിൽ സൂപ്പർ ടീമും കൊണ്ടാണ് ഇംഗ്ലണ്ട് വരുന്നത് ഇത്തവണ. ഈ കണ്ടീഷൻസ്, അതാണ് ഇന്ത്യയിലെ കണ്ടീഷൻസിൽ, അതുപോലെ തന്നെ സബ് കോണ്ടിനെൻറ്റിൽ ഇപ്പോൾ ശ്രീലങ്കയിൽ പോയി കളിക്കുകയാണെങ്കിലും കണ്ടീഷനോട് അവരെങ്ങനെ അഡാപ്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവരുടെ പ്രമുഖ താരങ്ങൾ IPL പരിചയമുള്ള താരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു പ്രശ്നം, ഒക്കെ വലിയ രൂപത്തിൽ വരുന്ന പ്രശ്നം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇംഗ്ലണ്ടിന് നല്ല സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടീമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.